السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ പ്രിയങ്കരായ സുഹൃത്തുക്കൾ, പവിത്രവും പരിഭാവനവുമായ വിശുദ്ധമായ റമദാൻ ഷരീഫ്, അതിൻ്റെ ഓരോ ദിനരാത്രികളും നമ്മിൽ നിന്ന് കൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരുണത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് പുണ്യങ്ങൾ കൈവരിക്കുവാനുള്ള സുലഭ മുഹൂർത്തങ്ങളാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേളയിൽ നാം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടുന്ന അമലുകൾ വളരെ ധാരാളമാണ് എന്ന വസ്തുത നമുക്കറിയാം. അതിൽപ്പെട്ട ഏറ്റവും പവിത്രമായ ഒരു സൽപ്രവർത്തനമാണ് സ്വലാത്തു തസ്ബീഹ്. അതേ സംബന്ധിച്ചാണ് ഹ്രസ്വമായ ഒരു ഭാഷണത്തിലൂടെ നമുക്ക് വിവരിക്കാം. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കറിയാം, ഈ പരിശുദ്ധവും പരിഭാവനവുമായ റമദാന്റെ ദിനരാത്രങ്ങളിൽ ഒരു ഫർളായ കാര്യം നിർവഹിച്ചാൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, കമനിദ്ദ 70 ഫരീളതൻ, 70 ഫർള് നിർവഹിച്ച പ്രതിഫലമാണ് അവനക്ക് ലഭിക്കാൻ പോകുന്നത്. സുന്നത്തായ ഒരു വിഷയം, ഒരു കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ കമനിദ്ദ ഫരീളതൻ, അവൻ ഒരു ഫർള് നിർവഹിച്ച പ്രതിഫലമാണ് അവനക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത്തരണത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളുടെ ഗണത്തിൽ ധാരാളം നിസ്കാരങ്ങളുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ സമർപ്പിച്ച് ബോധ്യപ്പെടുത്തി. വിശുദ്ധ ഖുർആന്റെ പശ്ചാത്തലത്തിൽ, ഹദീസിന്റെയും പശ്ചാത്തലത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. അതെത്ര? സ്വലാത്തു തഹജ്ജുദ്, സ്വലാത്തുൽ ദുഹ, സ്വലാത്തുൽ അവ്വാബീൻ, അതുപോലെ തന്നെ പവിത്രമായ ഫർള് നിസ്കാരങ്ങൾക്ക് പിറകെയുള്ള മുഅക്കദും ഗൈർ മുഅക്കദുമായ റവാത്തിബ് നിസ്കാരങ്ങളും. അത്തരം ഗണത്തിൽപ്പെട്ട വലിയ പ്രതിഫലമർഹമായ ഒരു അമലാണ് സ്വലാത്തു തസ്ബീഹ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് പോലും അതിന്റെ പവിത്രതയെക്കുറിച്ച് ധാരാളം സംസാരിച്ചത് നമുക്ക് കാണാൻ കഴിയുകയാണ്. എന്നിട്ട് മഹാനവറുകളെ ഉത്ബോധിപ്പിച്ചു, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് നിർവഹിക്കൽ പുണ്യകരമാണ് എന്ന് മഹാനവറുകൾ സമർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയുകയാണ്. എന്തല്ലേ സ്വലാത്തു തസ്ബീഹ്? മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അമ്മി അലാ ഉഅതീക ബിശൈഇൻ അലാ അംനഹുക ബിശൈഇൻ അലാ വഹിബ്ക ബിശൈഇൻ, അങ്ങേക്ക് ഞാൻ
നല്ലൊരു ഗിഫ്റ്റ് നൽകട്ടെയോ, ഒരു പാരിതോഷികം തരട്ടെയോ എന്ന് പറഞ്ഞിട്ടുകൊണ്ട്, ഉത്ബോധിപ്പിച്ചുകൊണ്ട്, പ്രചോദിതനാക്കിക്കൊണ്ട് മഹാനായ ത്വഹ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉത്ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് ബോധ്യപ്പെടുത്തുന്നു, അൻത തുസല്ലി 4 റക്അഅത്ത് ഇദാ അൻത ഫഅൽതഹു ഗഫറ അല്ലാഹു ലക അവ്വലഹു വആഖിറഹു വഖദീമഹു വഹദീസഹു വഖതഅഹു വഅംദഹു വസിറഹു വഅലാനിയതഹു. 4 റക്അത്തുകൾ പിറകെ പറയുന്ന ശൈലിയിൽ, പിറകെ പറയുന്ന രീതിയിൽ താങ്കൾ 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ആത്യന്തികമായ എല്ലാ പാപങ്ങളും, രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും, മനഃപൂർവ്വവും അറിയാതെയും ചെയ്തുപോയ എല്ലാ പാപങ്ങളും, സകല പാപങ്ങളും, സകല അധർമ്മങ്ങളും റബ്ബ് തആല, കാരുണ്യത്തിന്റെ കേദാരമായ റബ്ബ് തആല അങ്ങേക്കത് പുറത്തു തരുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അൻത തുസല്ലി 4 റക്അ, തങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ ഫർളായ കർമ്മം ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് നിർവഹിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത്. അവിടെ മഹാന്മാർ നിഷ്കർഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു തകാസുർ, സൂറത്തുൽ അസ്ർ ആദ്യത്തെ 2 റക്അത്തുകളിൽ, ശേഷം വരുന്ന റക്അത്തുകളിൽ സൂറത്തുൽ കാഫിറൂനെയും സൂറത്തുൽ ഇഖ്ലാസും ഓതി നമുക്കിഷ്ടമുള്ള സൂറത്തുകൾ നിർവഹിക്കാവുന്നതാണ്. ആ രീതിയിൽ ഫാത്തിഹയും ഒരു സൂറത്തും നിർവഹിച്ചതിന് ശേഷം ആദ്യത്തെ റക്അത്തിൽ 15 പ്രാവശ്യം തങ്ങൾ ചൊല്ലുക സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് തങ്ങൾ നിർവഹിക്കുക. അങ്ങനെ റുക്കൂ ചെയ്യുക. ആ റുക്കൂയിലും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ, എന്ന തസ്ബീഹ് 10 പ്രാവശ്യം പറയുക. അപ്പോൾ ഒന്നാമത്തെ നൃത്തത്തിൽ 15 പ്രാവശ്യവും റുകൂഇൽ 10 പ്രാവശ്യവും, എന്നിട്ട് സുമ്മ ഇഅ്തദല, അങ്ങ് അവിടുന്ന് ഇഅ്തിദാൽ നിർവഹിക്കുക. ആ ഇഅ്തിദാലിൽ 10 പ്രാവശ്യം അങ്ങനെയും, പിന്നീട് അങ്ങ് സുജൂദ് നിർവഹിക്കുക. ആ സുജൂദിൽ 10 പ്രാവശ്യം, പിന്നീട് 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ആ ഇരുത്തത്തിൽ 10 പ്രാവശ്യം, പിന്നീട് വീണ്ടും സുജൂദ് ചെയ്യുക, അവിടെയും 10 പ്രാവശ്യം, പിന്നീട് ആ സുജൂദിൽ നിന്ന് ഖിയാമിലേക്ക് പോകുന്നതിന്റെ ഇടയിലുള്ള ഇസ്തിറാഹത്തിന്റെ ജുലൂസുൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10 പ്രാവശ്യം. അങ്ങനെ ഒരു റക്അത്തിൽ 75 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലി അങ്ങ് അവിടുന്ന് നിർവഹിക്കുക സ്വലാത്തു തസ്ബീഹ്. അങ്ങനെ 4 റക്അത്തുകളിലായി 300 തസ്ബീഹ് നിർവഹിച്ചുകൊണ്ടുള്ള പവിത്രമായ, ഏറ്റവും പ്രതിഫലാർഹമായ, ഏറ്റവും മഹത്തരമായ ഒരു നിസ്കാരമാണ് ഏറ്റവും പവിത്രമായ സ്വലാത്തു തസ്ബീഹ് എന്ന് മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉത്ബോധിപ്പിച്ച സംഭവം മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്.
എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, എല്ലാ ജീവിതത്തിൽ എല്ലാ ദിവസവും അത് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ നിർവഹിക്കുക. അതല്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് നിർവഹിക്കാൻ കഴിയുന്നതെങ്കിൽ അത് നിർവഹിക്കുക. അതല്ല മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് നിർവഹിക്കാൻ ശ്രമിക്കുക എന്ന് ലോക നേതാവ് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി മഹാന്മാരായ മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളായ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ, അതിന് ഏറ്റവും അവസരമാണ്, സന്ദർഭോചിതമായ ഏറ്റവും പവിത്രമായ ഒരു സന്ദർഭമാണ് പരിശുദ്ധവും പരിഭാവവുമായ ഈ റമളാൻ ശരീഫ് എന്നത്. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്നല്ലേ നമ്മെ ഉത്ബോധിപ്പിച്ചത്. നമുക്ക് ഏറ്റവും പ്രതിഫലം ലഭ്യമാകുന്ന സന്ദർഭങ്ങളാണ്, സമയങ്ങളാണ്, ദിവസങ്ങളാണ്, രാത്രികളാണ് നമ്മിലേക്ക് കടന്ന് യാത്രയായിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ വിശുദ്ധ റമളാന്റെ അവസാനത്തെ ഓരോ ഘട്ടങ്ങളിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അമല് കൊണ്ട്, നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല